മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാരുടെ അവലോകന യോഗം അവിടെ ചേരുകയാണ്. ദീപക്, ഈ അവലോകന യോഗത്തിൻ്റെ അജണ്ട എന്താണ്? റെസ്ക്യൂവിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തന്നെയല്ലേ പ്രധാനമായും ദീപക്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി എത്തിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ഒരു അവൈലബിൾ ക്യാബിനറ്റ് തന്നെയാണ് ചേരുന്നത്. അതായത് ചീഫ് സെക്രട്ടറിയും നിലവിൽ വയനാട്ടിലുള്ള മുഴുവൻ മന്ത്രിമാരും ചേർന്നുള്ള ഒരു അവൈലബിൾ ക്യാബിനറ്റ് ചേരുന്നു. പ്രധാന അജണ്ട റെസ്ക്യൂ ഓപ്പറേഷൻ തുടരണം, അതുപോലെ തന്നെ ഇനി അടിയന്തരമായുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് കടക്കണം. ഈ കാര്യങ്ങൾ കൃത്യമായി മുഖ്യമന്ത്രി പരിശോധിച്ചുകൊണ്ട് നിർദ്ദേശം നൽകുന്ന യോഗമാണ് പുരോഗമിക്കുന്നത്. ഇത് കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി. എല്ലാ വകുപ്പ് മേധാവിമാരും അതിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള ഓപ്പറേഷൻ ചുമതലയുള്ള, പോലീസ് ഏകോപന ചുമതലയുള്ള ADGP MR അജിത് കുമാർ, അതുപോലെ തന്നെ ഇവിടുത്തെ ഇൻസിഡന്റ് കമാൻഡ് ആയി നിശ്ചയിച്ചിരിക്കുന്ന IG നോർത്ത് സോൺ സേതുരാമൻ, ഇവരെല്ലാം തന്നെ യോഗത്തിൽ പങ്കെടുക്കും. ആ യോഗത്തിലും മന്ത്രിമാരെല്ലാവരും ഉണ്ടാകും. പ്രധാനമായും ഇവിടുത്തെ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി AK ശശീന്ദ്രൻ, ജില്ലയിൽ നിന്നുള്ള മന്ത്രി OR കേളു, അതുപോലെ തന്നെ ആരോഗ്യമന്ത്രി, മിക്കവാറും എല്ലാ മന്ത്രിമാരും, റവന്യൂ മന്ത്രി ഉൾപ്പെടെയുള്ള മിക്കവാറും എല്ലാ മന്ത്രിമാരും ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൈലബിൾ ക്യാബിനറ്റ് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് എന്നുള്ളത് വസ്തുതയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഉദ്യോഗസ്ഥ യോഗത്തിലായിരിക്കും മറ്റ് ഓപ്പറേഷൻസിലേക്ക് കടക്കുന്നത്. അതായത് റെസ്ക്യൂ ഓപ്പറേഷൻ വലിയ ടാസ്ക് ആണ് എന്നുള്ളതും അല്പം മുൻപാണ് നമ്മളടുത്ത് ADGP കൂടുതൽ തിരച്ചിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയാണോ രക്ഷാദൗത്യത്തിന്റെ പ്രവർത്തനങ്ങൾ? അതായത് എന്തൊക്കെ അഡീഷണൽ സൗകര്യങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്? ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് സഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ അവലോകന യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും അത് ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് ഗോപി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, NDRFന്റെ IG, ഡൽഹിയിൽ നിന്നും എത്തിയ NDRFന്റെ IG അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ക്രൂഷ്യൽ ആയിട്ടുള്ള ടാസ്ക് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്രയ്ക്ക് ഒരു ദുരന്തം പെയ്തിറങ്ങുന്ന ഒരു ടെറൈനാണിത്. അതായത് ആ ടെറൈനിലെ റെസ്ക്യൂ ഓപ്പറേഷൻ തന്നെ വലിയ ദുരന്തത്തിന് ഇടയാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം, രക്ഷാദൗത്യം തന്നെ വലിയ റിസ്കി ഓപ്പറേഷനാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ പോലീസ് കോർഡിനേഷൻ ചുമതല വഹിക്കുന്ന ADGP MR അജിത് കുമാർ പറഞ്ഞത്, ഇനിയിപ്പോൾ നിലമ്പൂരിൽ നിന്നും ചാലിയാറിലൂടെ കുറുകെ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തേണ്ടതുണ്ട്. കാരണം മൃതദേഹ അവശിഷ്ടങ്ങൾ പലതും അവിടെ കുടുങ്ങിയിരിക്കുന്നു, ചിലപ്പോൾ അതിൻ്റെ കരയിൽ വല്ലതും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ അവിടെ നിന്നും, നിലമ്പൂരിൽ നിന്നും കുറുകെ ഇങ്ങോട്ടേക്ക് ഈ എത്തുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. ഇപ്പോൾ റവന്യൂ മന്ത്രി K രാജൻ എത്തിയിരിക്കുകയാണ് യോഗത്തിലേക്ക്. റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയുടെ യോഗത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ഓപ്പറേഷൻ എങ്ങനെ പുരോഗമിക്കുന്നു? വലിയ പുരോഗതിയാണ്. ഞാനിപ്പോൾ അകത്ത് കിടന്ന് പുഴയുടെ അക്കരെ കിടന്നിട്ടാണ് വരുന്നത്. JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ ഇപ്പോൾ കടക്കാനായിട്ടുണ്ട്. അതുകൊണ്ട് ദൗത്യ സംഘത്തിന് കൂടുതൽ ശ്രമകരമായ വിധത്തിൽ മുന്നോട്ട് പോകാനാകും. 15 സംഘങ്ങൾ ഇപ്പോൾ നമുക്ക് പ്രത്യേകമായി അകത്ത് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നല്ല വിധത്തിൽ കൂടുതൽ പുരോഗതിയോടെ പോകും. തീർച്ചയായിട്ടും. ഗോപി, റവന്യൂ മന്ത്രി മുഖ്യമന്ത്രിയുടെ യോഗത്തിന് വേണ്ടി മുകളിലേക്ക് പോയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കൂടുതൽ അടിസ്ഥാന സൗകര്യം, അതായത് കൂടുതൽ JCB ഈ ഐസൊലേറ്റ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ പ്രവർത്തനം കുറച്ചുകൂടി കാര്യക്ഷമമായി നടത്താൻ സാധിക്കുമെന്ന് ഉറപ്പാണ് ഗോപി. ദീപക് ധർമ്മണം ആണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അവലോകന യോഗം, അതിലെടുക്കുന്ന പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, തൊട്ടു പിന്നാലെ തന്നെ സർവകക്ഷി യോഗം ചേരാനിരിക്കുന്നു. വയനാട്ടിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന 3ാം ദിനത്തിലെ രക്ഷാദൗത്യത്തിന് ഏതൊക്കെ തരത്തിൽ കൂടുതൽ കാര്യക്ഷമമാക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിലേക്കായിരിക്കും ഈ ആലോചനാ യോഗം എത്തുക. അതോടൊപ്പം തന്നെ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കഴിയും. ഇപ്പോൾ കാണാതായവരെ കുറിച്ചുള്ള പരാതികൾ കുന്നുകൂടുകയാണ്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ കുറെ കൂടി ഊർജിതമായി നടത്താൻ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ആവശ്യമാണ് എന്നതായിരിക്കും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചർച്ച ചെയ്യുക. അതിനുശേഷം സർവകക്ഷി യോഗത്തിൽ കൂട്ടായ പ്രവർത്തനം എന്ന നിലയിൽ ഈ രക്ഷാദൗത്യത്തിന് ഊർജം പകരാനുള്ള ശ്രമങ്ങളായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇപ്പോഴും ഏറ്റവും വലിയ പ്രതീക്ഷയിൽ നിൽക്കുന്നത് മുണ്ടക്കൈ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തിരച്ചിലും ഒരുപക്ഷെ കൂടുതൽ ഉപകരണങ്ങൾ എത്തിച്ചുകൊണ്ട്, കൂടുതൽ യന്ത്രസാമഗ്രികൾ എത്തിച്ചുകൊണ്ട് നടത്താനിരിക്കുന്ന തിരച്ചിലുമാണ്. മണ്ണിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ, കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ തകർന്നു വീണ ഒലുകിയെത്തിയിട്ടുള്ള പാറക്കല്ലുകൾക്കും മരക്കൂട്ടങ്ങൾക്കും അടിയിൽ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു ജീവന്റെ തുടിപ്പുണ്ടോ എന്നതിലേക്ക് അന്വേഷണങ്ങൾ പോകും. അതോടൊപ്പം തന്നെ കണ്ടെത്താനുള്ളവരെ കുറിച്ചിട്ടുള്ള പരാതികൾ ധാരാളം വന്നിട്ടുണ്ട്. അത്തരം പരാതികളിൽ ആരെങ്കിലും കണ്ടെടുക്കാൻ ജീവനോടെയോ അല്ലാതെയോ പുറത്തെടുക്കാൻ കഴിയുമോ എന്നതിലേക്കൊക്കെയാണ് മുണ്ടക്കൈയിൽ ഇന്ന് നടത്തുന്ന അന്വേഷണത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇനി അറിയാനുള്ളത് 240ഓളം പേരെ കാണാനില്ല എന്നുള്ള പരാതികൾ ഉണ്ടായിട്ടുണ്ട്. റവന്യൂ മന്ത്രി K രാജൻ നേരത്തെ 24നോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ഇത്തരത്തിലുള്ള മിസ്സിംഗ് കേസുകൾ വരുന്നുണ്ട്. അത് ഒന്നും പൂർണ്ണമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. കാരണം ചിലർ പരാതിപ്പെട്ടിട്ടുണ്ട്, ചിലർ പരാതിപ്പെട്ടിട്ടില്ല. തിരച്ചിലുമായി മുന്നോട്ട് പോവുകയാണ്.